ഖത്തർ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ദോഹയിലെ ഓഫീസിന് മുമ്പിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഏതാനും മിനിറ്റുകൾക്ക് മുമ്പാണ് വിദേശകാര്യ വക്താവ് മാജിദ് അൽ അൻസാരിയുടെ വാർത്താ സമ്മേളനം ഇറാൻ ആക്രമണവുമായി ബന്ധപ്പെട്ട് അവസാനിച്ചത്. അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ഈ രാജ്യത്ത് താമസിക്കുന്ന ആളുകളുടെ പൗരന്മാരുടെയും അതുപോലെ തന്നെ പ്രവാസികളുടെയും സുരക്ഷയ്ക്കാണ് പ്രഥമ പരിഗണന എന്നാണ് അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത്. അവരുടെ സുരക്ഷയ്ക്കായി ഏത് തരത്തിലുള്ള നീക്കവും ഏത് തരത്തിലുള്ള കരുതലും സ്വീകരിക്കാൻ ഈ രാജ്യം നിർബന്ധിതമാണ്. എന്നത്തെയും പോലെ ഈ രാജ്യം അത് കൈക്കൊള്ളുമെന്ന് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഇറാനുമായി ബന്ധപ്പെട്ട് ഇനി ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചർച്ചയില്ല, തങ്ങൾ ആക്രമിക്കപ്പെട്ട സ്ഥിതിക്ക് ഞങ്ങൾക്ക് തിരിച്ചടിക്കാനുള്ള അവകാശമുണ്ട് എന്ന് കൂടി അദ്ദേഹം പറയുകയുണ്ടായി. എന്നാൽ ഈ റൈറ്റ് ടു റിറ്റാലിയേറ്റ് എന്നാണ് അദ്ദേഹം അതിൽ പ്രയോഗിച്ചത്. അതോടൊപ്പം തന്നെ ഇത്തരമൊരു ആക്രമണത്തിന് ഉത്തരം നൽകപ്പെടാതെ പോകില്ല എന്നുകൂടി അദ്ദേഹം പറയുന്നു. എന്നാൽ ഏതെല്ലാം തരത്തിലാണ് ഇക്കാര്യത്തിലൊരു മറുപടി നൽകുക എന്നുള്ള കാര്യത്തിലൊരു വ്യക്തത വരുത്താൻ അദ്ദേഹം തയ്യാറായില്ല. ഇതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെയുണ്ടായ ഇറാൻ്റെ ഡ്രോൺ ആക്രമണം അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വിശദമായി സംസാരിക്കുകയുണ്ടായി. അവിടുത്തെ പ്രൊഡക്ഷൻ താൽക്കാലികമായി ഹാൾട്ട് ചെയ്തത് അവിടുത്തെ ജനങ്ങളുടെ, അവിടുത്തെ ഓഫ് ഷോറിലും ഓൺഷോറിലുമായി ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ സുരക്ഷ മുൻനിർത്തിയാണ്. അതുമായി ഇതിൻ്റെയൊക്കെ പ്രവർത്തനം പുനരാരംഭിക്കും എന്നുള്ള ചോദ്യത്തിന് അക്കാര്യത്തിൽ ഖത്തർ എനർജിയുടെ എക്സ്പേർട്ട് സമിതി കൂടിയാലോചിച്ച ശേഷം മാത്രമേ ഇക്കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാകൂ എന്നുകൂടി അദ്ദേഹം പറയുന്നു. അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര ഊർജ്ജ മേഖലയിൽ ഇതുണ്ടാക്കുന്ന ആഘാതത്തെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു. ഇത് വലിയൊരു ഇമ്പാക്റ്റാണ് ആഗോള ഊർജ്ജ മേഖലയിലും അതുപോലെ തന്നെ സാമ്പത്തിക മേഖലയിലും ഉണ്ടാക്കാൻ പോകുന്നത് എന്നത് മാത്രമല്ല, ആഗോള LNGയുടെ ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസിൻ്റെ 20% പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ രാജ്യമാണ്. അതിൻ്റെ താൽക്കാലികമായെങ്കിലും ഇതിൻ്റെ പ്രൊഡക്ഷൻ ഹാൾട്ട് ചെയ്യുക എന്നുള്ളത് വളരെ വലിയ ഗുരുതരമായ പ്രത്യാഘാതം ഈ ഗ്യാസ് മേഖലയിൽ ഉണ്ടാക്കും. നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ അറിഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ പ്രൊഡക്ഷൻ നിർത്തിയ സമയം തന്നെ യൂറോപ്പിലെ അടക്കമുള്ള ഗ്യാസ് വില 50%-ലേറെയാണ് വർദ്ധിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആഘാതം ചെറുതായിരിക്കില്ല എന്നുകൂടി മാജിദ് അൽ അൻസാരി വ്യക്തമാക്കുകയുണ്ടായി. ഇതോടൊപ്പം വളരെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഖത്തർ വിമാനത്താവളത്തിന് നേരെ ഇറാൻ്റെ ആക്രമണ ശ്രമമുണ്ടായി എന്നുകൂടി അദ്ദേഹം വെളിപ്പെടുത്തുകയുണ്ടായി. എന്നാൽ ആക്രമണ ശ്രമങ്ങളെല്ലാം ഇവിടുത്തെ ഖത്തറി വ്യോമസേന തകർക്കുകയുണ്ടായി എന്നുകൂടി അദ്ദേഹം പറയുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ജനങ്ങളുടെ സുരക്ഷയാണ് അതിപ്രധാനമായിട്ടുള്ളത്. ആ സുരക്ഷ ഏത് വിധേനയും ഒരുക്കാൻ ഈ രാജ്യം പ്രതിജ്ഞാബദ്ധമാണ് എന്നാണ് മാജിദ് അൽ അൻസാരി വ്യക്തമാക്കിയിട്ടുള്ളത്. ദോഹയിൽ നിന്ന് അബ്ബാസ് മുഹമ്മദ്, മീഡിയ 1.